ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രോ ബാഗിൽ തൈ നടുന്ന രീതിയാണ്. അപ്പൊ ഇതിനു മുന്നേ ഞാൻ സീഡ് ട്രേയിൽ സീഡ് ഇടുന്നതും പിന്നെ മണ്ണൊരുക്കുന്നതും പിന്നെ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന വിധവും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി കാണുക. അപ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ 3 പ്രോസസ്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ വീഡിയോ കാണാം. അപ്പോൾ പിന്നെ ഈ സീഡ് ട്രേയിലാണ് ഞാൻ സീഡ് ഇട്ടിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. പിന്നെ ആദ്യം തന്നെ ഞാൻ പയർ ഒരു 3 ഇല പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഈ മണ്ണ് നിറച്ചിരിക്കുന്ന ഗ്രോ ബാഗിലോട്ടേക്ക് നമുക്ക് മാറ്റി നടാം. മാറ്റി നട്ടാൽ മാത്രമേ ഇനിയും വേര് അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ നല്ല വളർച്ച ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അടുത്ത പയറും കൂടി നമുക്ക് നടാം. ഒരു ഗ്രോ ബാഗിൽ 3 പയർ വെക്കാം. വലിയ ഗ്രോ ബാഗ് ആണെങ്കിൽ 3 പയർ നമുക്ക് നടാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് നമുക്ക് തക്കാളി തൈ നമുക്ക് മാറ്റി നടാം. വേരൊന്നും പൊട്ടാത്ത വിധത്തിൽ വേണം നമുക്ക് അതിങ്ങനെ പിഴുതെടുക്കാൻ. ഇതാ കണ്ടില്ലേ? അപ്പൊ ഇനി അതും അങ്ങോട്ട് നടാം. ഒരു ഗ്രോ ബാഗിൽ 2 വീതം നമുക്ക് നട്ടു കൊടുക്കാം. തക്കാളി തൈയൊക്കെ മാറ്റി നടുന്ന രീതി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. എല്ലാം എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത തക്കാളി തൈയും കൂടി ഇതിലോട്ടേക്ക് നമുക്ക് നടാം. ഈ ഗ്രോ ബാഗ് ഒക്കെ 24x24 x 48 ഇഞ്ചാണ്. ഇനി അടുത്തത് നിത്യവഴുതന നമുക്ക് നടാം. നിത്യവഴുതനൊക്കെ ഞാൻ ഇട്ട് എല്ലാ വിത്തും വന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ കിളുക്കാതെ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായി മുളച്ചു വന്നിട്ടുണ്ട്. എല്ലാം ഒരു 3 ഇല പരുവാകുമ്പോൾ നമുക്ക് മാറ്റി നടാം. നിത്യവഴുതന ഇത് വലിയ വീതിയുള്ള ഗ്രോ ബാഗ് ആയത് കാരണം ഞാൻ 4 വീതം നട്ടു കൊടുക്കുന്നുണ്ട്. നിത്യവഴുതനക്കൊന്നും വലിയ വളത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നല്ല വളക്കൂറുള്ള മണ്ണാണ്. നേരത്തെ ഗാർഡനിങ് ഒക്കെ ചെയ്ത മണ്ണാണ്. ഈ ഗ്രോ ബാഗ് 32x32 x 50 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ ഒരു 4 എണ്ണം നട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും നട്ടു. അങ്ങനെ എല്ലാം 3 ഇല പരുവമായ തൈകളൊക്കെ ഞാൻ ഗ്രോ ബാഗിലേക്ക് നട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അതിൽ ഒരു ബീൻസ് തൈയും നട്ടിട്ടുണ്ട്. പിന്നെ 2 വെണ്ടക്ക തൈയും ഒക്കെ നട്ടിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും വീഡിയോ എടുത്തത് ശരിയായില്ല. ഇതിലും 2 വെണ്ടക്ക തൈ നട്ടിട്ടുണ്ട്. തക്കാളി ഇതിലും 2 വെണ്ടക്ക തൈ ഉണ്ട്. പിന്നെ ചെറിയ തക്കാളി ഒക്കെ നട്ടിട്ടുണ്ട്. ഇനി പിഴുതു മാറ്റിയിട്ട് നടുമ്പോൾ ഇനി എത്ര എണ്ണം നന്നാവുമെന്ന് അതും അറിയില്ല. ഇത് കൊത്തവര അമരക്കയാണ്. ഇതൊക്കെ പയർ. പയർ ഒരു 6-7 മൂടോളം നട്ടിട്ടുണ്ട്.
പയറ് പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു വന്നോളൂ. ഇത് നിത്യവഴുതനയാണ്, 4 എണ്ണം ഞാൻ ഇതിൽ നട്ടു. പിന്നെ വേറെയും തൈകളുണ്ട്, അത് മറ്റേതിൽ 3 എണ്ണം അങ്ങനെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, ഇതിൽ 3 എണ്ണം. ഇത് അതിനേക്കാളും കുറച്ച് ചെറിയ ഗ്രോ ബാഗ് ആയത് കാരണം 3 എണ്ണം നട്ടു. ഇനി ഇത് വളർന്നു വരുന്ന രീതിയും അതിന് എന്തൊക്കെയാണ് കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന ജൈവ സ്ലറി, ഇതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എൻ്റെ ഈ ചെറിയ ഗാർഡനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കണം. ഇതുപോലത്തെ ചെറിയ ചെറിയ ഗാർഡനിങ് ടിപ്പ്, ബ്യൂട്ടി ടിപ്പ്, കുക്കിംഗ്, ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി കാണാവേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.